Okay, so good evening, everybody. Welcome to my classroom on business mathematics. So far, we explained the permutations. So lastly, we are explaining permutations. So how it is used in arrangement or ordering. Ordering in എങ്ങനെയാണ് use ചെയ്യുന്നത്. So we have a general formula and also some special situations. So special situations, one is you are repeating the same, another one is something are alike. Then in this class, today we are moving to some other special types, and after that we move to combinations. നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്ന വേറൊരു ഭാഗത്തിലോട്ട് പോകും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതെന്തിന് പഠിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ, യു ഹാവ് മെനി ആപ്ലിക്കേഷൻസ് ഇൻ പ്രോബബിലിറ്റി. നമ്മൾ പ്രോബബിലിറ്റി തിയറി എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു തിയറി ഉണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. ഡിസിഷൻസ് ആർ ടേക്കൺ ഫോർ ഫ്യൂച്ചർ. ഇപ്പൊ ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൻ ആണ്. നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് ഹാപ്പൻസ്, ഇപ്പൊ കോവിഡ് പോവില്ല എന്നൊക്കെ ഉള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്. അപ്പൊ നമുക്കത് മെഷർ ചെയ്യണം, എത്രമാത്രം അൺസർട്ടനിറ്റി ഉണ്ട്. മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റിക്കകത്ത് ഒരുപാട് ഏരിയയിൽ യു ആർ അപ്ലൈയിങ് ദിസ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഈ രണ്ട് കൺസെപ്റ്റ് നമ്മൾ പഠിച്ച പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും കോമ്പിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഒരുപാട് തലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ ഞാനിത് ബോർഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബോർഡ് വിസിബിൾ ആണെന്ന് തോന്നുന്നു, ക്ലിയർ ആയിട്ട് കാണും. എവിടെയെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് അപ്പോഴെ തന്നെ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ സ്പെഷ്യൽ കേസ്. രണ്ട് സ്പെഷ്യൽ കേസ് നമ്മൾ പഠിച്ചു. ഒന്ന് n റൈസ് ടു r, രണ്ട് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p ഫാക്ടോറിയൽ ഇൻടു q ഫാക്ടോറിയൽ ഇൻടു r ഫാക്ടോറിയൽ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ കേസിലോട്ട് പോകുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സർക്കുലർ പെർമ്യൂട്ടേഷൻ. സർക്കുലർ എഴുതിക്കോളൂ, സർക്കുലർ പെർമ്യൂട്ടേഷൻ. Circular permutations. So the third case is circular permutation. So here, in circular permutation, what we are doing is that we are arranging the items in a circle. നമ്മൾ ഈ ഐറ്റംസിനെ അറേഞ്ച് ചെയ്യുന്നത് ഒരു സർക്കിളിലാണ് അറേഞ്ച് ചെയ്യുന്നത്, സർക്കുലർ മോഡിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ സർക്കുലർ മോഡിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ജനറൽ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യു ആർ അറേഞ്ചിങ് the elements in a circle. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ you will have to apply one formula, what is called n minus 1 factorial. Very simple, n minus 1 factorial. So if it is circular, if the arrangement is circular, നിങ്ങൾക്ക് തരുന്ന അറേഞ്ച്മെന്റ് സർക്കുലർ ആണെങ്കിൽ you can arrange only in n minus 1 factorial ways. n minus 1 factorial ways മാത്രമേ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 5 പേരെ നമുക്കൊരു റൗണ്ട് ടേബിളിന് മുമ്പിലായിട്ട് ഇരുത്തണം. സോ വി ഹാവ് 5 ചെയേഴ്സ് ഓൾസോ. 5 ചെയറിലായിട്ട് അവരെ റൗണ്ട് ടേബിളിന് മുമ്പിലായിട്ട് ഇരുത്തണം. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതെങ്കിലും ഒരു പൊസിഷൻ ഒക്കുപ്പൈ ചെയ്തേ പറ്റും, എന്നാലേ അത് റൗണ്ട് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അയാളെ സമയത്തോളം അയാൾക്ക് ചോയ്സ് ഇല്ല. അപ്പൊ അയാൾക്ക് ഫ്രീഡം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരെണ്ണം വച്ചാൽ മാത്രമേ ബാക്കിയുള്ളവരെ എവിടെയൊക്കെ ഇരുത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോക്കുന്നത് എല്ലാം ഒരേ, ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും he will get the same view. ഒരേ വ്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ വന്നിരിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ, ഈ ചോയ്സ് ഉള്ളൂ. ഇയാൾ അടുത്തിരിക്കണോ അതോ ഒത്തിരി മാറിയിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ആദ്യം ഒരാൾ ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് n minus 1 factorial ways എന്ന് പറയുന്നത്. So in circular permutation, permutations are calculated using n minus 1 factorials. അപ്പൊ പരീക്ഷയിൽ ഒരു ചോദ്യം ചോദിക്കും, how can we arrange 7 persons in a circle? How many ways you can arrange 7 persons in a circle? എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 7 minus 1 factorial ways. That means 6 factorial. അപ്പൊ 6 ഫാക്ടോറിയലിന്റെ വാല്യൂ കണ്ടെത്തി വെച്ച് കൊടുത്താൽ ഇപ്പൊ 7 പേര് ഒരു റൗണ്ട് ടേബിളിനകത്ത് എങ്ങനെ അറേഞ്ച് എന്ന് വെച്ചാൽ you can arrange it in 7 minus 1 factorial ways. So that is 6 into 5 into 4 into 3 into 2 into 1. So that is very simple. ഞാൻ അതിൽ പ്രോബ്ലം ഒന്നും ചെയ്യിക്കുന്നില്ല. കാരണം if it is in circle, സർക്കുലർ മോഡിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ
അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ഫാക്ടോറിയൽ കണ്ടാൽ മതി, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ദാറ്റ് പെർമ്യൂട്ടേഷൻ ഈസ് കാൾഡ് സർക്കുലർ പെർമ്യൂട്ടേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ താഴെ എഴുതിക്കോളൂ. ഹൗ മെനി വേസ് ഇൻ വിച്ച് വി ക്യാൻ അറേഞ്ച് 7 persons ഇൻ എ റൗണ്ട് ടേബിൾ. 7 വ്യക്തികളെ ഒരു റൗണ്ട് ടേബിളിനുള്ളിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? അത് നമുക്ക് എത്ര രീതിയിൽ ചെയ്യാം? n-1 ഫാക്ടോറിയൽ വേസ് അല്ലെങ്കിൽ 7 - 1 ഫാക്ടോറിയൽ വേസ്. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടെത്തിയാൽ ഇപ്പൊ 6 × 5, സോ 30, 120, 360, 720. So the answer is 720. So the answer is 720 meals. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? അമൃത സതീഷ്, അമൃത എഴുതിയോ? എഴുതിയോ? ആ, ഓക്കെ ഓക്കെ. സോ ദാറ്റ് ഈസ് സർക്കിൾ. അപ്പൊ സർക്കിൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ചോളൂ. ഇഫ് ഇറ്റ് ഈസ് എ സർക്കിൾ യു യൂസ് ദിസ് ഫോർമുല. അപ്പൊ ഇനി ഇതിൽ തന്നെ ഒരു ചെറിയ കേസ് കൂടെ വരും. അതാണ് നെക്സ്റ്റ് കേസ് ആയിട്ട് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു ആർ എന്താ പറയുന്നത്, മേക്കിംഗ് എ നെക്ലേസ്. ഒരു നെക്ലേസ് നിങ്ങൾ ഉണ്ടാക്കുന്നു, ബീഡ്സ് കൊരുത്തുകൊണ്ട്, മുത്തുകൾ കൊരുത്തുകൊണ്ട് ഒരു നെക്ലേസ് ഉണ്ടാക്കുന്നു. നെക്ലേസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സർക്കുലർ മോഡൽ അല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. വെദർ ഇറ്റ് ഈസ് സർക്കുലർ. So you are creating a necklace. ഒരു നെക്ലേസ് ആണ് നിങ്ങൾ ഒരുക്കുന്നത്. സോ ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ആദ്യം നമ്മളൊരു ബീഡ് കൊരുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ബീഡ്സ് കൊരുക്കുന്നത്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ യു ഹാവ് 2 പൊസിഷൻസ്. 2 പൊസിഷൻ ഉണ്ട്. ഒന്നെന്താണ് ആന്റി ക്ലോക്ക് വൈസും, ഒന്നെന്താണ് ക്ലോക്ക് വൈസും. അപ്പൊ ഒരു നെക്ലേസിൽ ബീഡ് കൊരുക്കുന്ന കേസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഫോർമുല യൂസ്ഡ് ഈസ് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2. If the case is to making a necklace using beads ഉപയോഗിച്ചിട്ട് നെക്ലേസ് ഉണ്ടാക്കുന്ന കേസ് ആണ് പറയുന്നതെങ്കിൽ സർക്കിൾ അല്ലേ ചോദിക്കും. മാല കെട്ടിക്കഴിഞ്ഞാൽ സർക്കിൾ പോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, മുത്ത് ചേർത്താണ് നമ്മൾ കൊരുക്കുന്നത്. ഇത് ഇടയ്ക്ക് കൊണ്ടുവരണം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതിനകത്ത് ഫ്രീഡം ഉണ്ട്. ഒരു റൗണ്ട് ടേബിളിനകത്ത് ആൾക്കാർ അറേഞ്ച് ചെയ്യുന്നതിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്. അത്രയും ഫ്രീഡം ഒരു ബീഡിനുള്ളിൽ ഒരു ത്രെഡ് വെച്ചുകൊണ്ട് നമ്മൾ മുത്ത് ഒരുക്കുന്നതിൽ ഉണ്ടാവില്ല. അത് നമുക്ക് 2 രീതിയിലേ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആന്റി ക്ലോക്ക് വൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിലേ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് n-1 ഫാക്ടോറിയലിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അനദർ കേസ്. അതിലൊരു പ്രോബ്ലം എഴുതും. സോ ദ പ്രോബ്ലം ഈസ് find the total number of ways in which find the total number of ways in which find the total number of ways in which 12 beads 12 beads beads മുത്തുകൾ 12 beads can be strung strung can be strung into a necklace. 12 beads can be strung into a necklace. ആൻസർ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാം ഇതാണ് ഫോർമുല. ആദ്യം നിങ്ങൾ ഈ ഫോർമുല എഴുതൂ. നെക്ലേസ് ആയതുകൊണ്ട് നമ്മൾ n-1 ഫാക്ടോറിയൽ ബൈ 2 ആണ് എടുക്കേണ്ടത്. n-1 ഫാക്ടോറിയൽ ബൈ 2. വാട്ട് ഈസ് n? 12 ആണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ എഴുതും? സോ ദ ആൻസർ ഈസ് 11. 12 - 1 ഫാക്ടോറിയൽ മീൻസ് 11 ഫാക്ടോറിയൽ. 11 ഫാക്ടോറിയൽ ബൈ 2 കണ്ടെത്തി എഴുതൂ. 11 ഫാക്ടോറിയൽ ബൈ 2 is equal to 11 into 10 into 9 into 8 into 7 into 6 into 5 into 4 5 into 4 into 3 വരാൻ മതി. 2 ക്യാൻസൽ ആയിപ്പോ. ഇവിടുത്തെ 2 മുകളിലത്തെ 2 ക്യാൻസൽ ആയിപ്പോ. ഇതിന്റെ വാല്യൂ കണ്ടെത്തി എഴുതിക്കൊണ്ടാൽ മതി. നിങ്ങൾ തന്നെ അത് ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഇതും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പെർമ്യൂട്ടേഷനിലാണ് വരുന്നത്. This is also a special type of permutation. Okay. അപ്പൊ സ്പെഷ്യൽ ടൈപ്പ് എല്ലാം കഴിഞ്ഞു. എഴുതി കഴിഞ്ഞോ? ഇതെന്താ? എഴുതി കഴിഞ്ഞിട്ടില്ല. എഴുതിയോ? എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ സാർ. എഴുതു. ഞാൻ സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ആൻസർ കിട്ടിയത് മനസ്സിലായി. അപ്പൊ എഴുതി തീർക്കൂ. So 12 beads can be strung into a necklace in 11 factorial by 2 ways.
11 ഫാക്ടോറിയൽ ബൈ 2 എന്ന് പറയുന്നതാണ് 11 into 10 into 9 into 8 into 7 into 6 into 5 into 4 into 3. 2 ക്യാൻസൽ ചെയ്ത് പോയി, ഡിനോമിനേറ്ററിലുണ്ട്. ആ 2 മുകളിലത്തെ ന്യൂമറേറ്ററിലെ 2 ക്യാൻസൽ ആയി പോകും. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഇത്രയും രീതിയിൽ നമുക്ക് നെക്ലേസിൽ that is answer that റെജിന എഴുതി ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 19 lakhs. സോറി, ഇത് പോയി. അത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? Oh, so the answer is okay. എല്ലാവർക്കും അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 1,99,58,400. 1,99,58,400 days. ഇത്രയും രീതിയിൽ നമുക്ക് ഈ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നമുക്ക് കൊടുത്തെടുക്കാൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ ആ പെർമിറ്റേഷന്റെ എല്ലാ തിയറി ഭാഗങ്ങളും നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തീർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ കുറച്ച് സ്പെഷ്യൽ പ്രോബ്ലംസ് ചെയ്യണം. ഒരല്പം കോംപ്ലിക്കേഷൻ ഒക്കെ വരുന്ന കുറച്ച് പ്രോബ്ലംസ് പരീക്ഷിക്കുന്നൊക്കെ ചോദിച്ചേക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പിനേഷനിലോട്ട് പോകും. സോ യു പ്ലീസ് റൈറ്റ് ഡൗൺ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതൂ. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിനകത്ത് എക്സാമ്പിൾ 30 ടെക്സ്റ്റ് ഇല്ലാത്തവരെ എഴുതൂ. ഹൗ മെനി നമ്പേഴ്സ് between 300 and 3000 can be formed from the digits from the digits 0, 1, 2, 3, 4 and 5. 0, 1, 2, 3, 4 and 5. If no digit is being repeated, if no digit is being repeated, ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കുന്ന അത്ര വായിക്കാൻ നിങ്ങൾക്ക് പാടായിരിക്കും, എന്നാലും ഞാനൊന്ന് വായിക്കാം. ഹൗ മെനി നമ്പേഴ്സ് between 300 and 3000 can be formed from the digits 0, 1, 2, 3, 4 and 5 if no digit is being repeated. റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു ഡിജിറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ഈ 300-നും 3000-നും ഇടയ്ക്ക് എത്ര ഡിജിറ്റ്സ് നമുക്ക് ഫോം ചെയ്യാം, എത്ര രീതിയിൽ നമുക്ക് ഫോം ചെയ്യാം. ദിസ് കണ്ടീഷൻ ആണ്, ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. So the condition is this: your digits should be in between 300 and 3000. നമ്മുടെ ഡിജിറ്റ് എന്ന് പറയുന്നത് 300-നും 3000-നും ഇടയ്ക്കായിരുന്നു. അപ്പൊ നമുക്ക് 3 ഡിജിറ്റ്സും വരുന്നുണ്ട്, 4 ഡിജിറ്റ്സും വരുന്നുണ്ട്, അല്ലേ? ഇപ്പൊ 300 തൊട്ട് ഈ പറയുന്ന കണക്ക് 999 വരെ എന്താണ് 3 ഡിജിറ്റ്സും, 1000 തൊട്ട് അങ്ങോട്ട് എന്താണ് വരുന്നത് 4 ഡിജിറ്റ്സുമാണ് വരുന്നത്. ഓക്കെ, ആരെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്നാൽ അതാണ് കറക്റ്റ്. ആർക്കെങ്കിലും അതൊന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്യാം, ഇതിന്റെ പെർമിറ്റേഷൻ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആർക്കെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാവോ? അഭിറാം ഒന്ന് നോക്കൂ. യെസ്, അഭിറാം നോക്കൂ, പറയൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. സാർ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ പ്ലേസിനും എത്ര മാത്രം ഡിജിറ്റ് വേണമെന്ന് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് പ്ലേസിൽ 0, 1, 2 വരാകാം. രണ്ടാമത്തെ പ്ലേസിൽ 0, 1, 2, അല്ല അത് മൊത്തം ബാക്കിയുള്ള 6 ആവാം. അങ്ങനെയാണോ?
അങ്ങനെ 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 നമുക്ക് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞതിന് 0 വന്നാൽ ശരിയാവില്ല. 0 വന്നപ്പോൾ അത് 3 ഡിജിറ്റ് എന്നുള്ളത് 4 എന്തായിപ്പോൾ 2 ഡിജിറ്റ് ആയിപ്പോൾ. അപ്പൊ ആ ഒരു ചെറിയ സംശയം മാത്രമേ അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് 300 അല്ലേ സ്റ്റാർട്ടിങ്? 300 ആണ് സ്റ്റാർട്ടിങ്. അപ്പൊ 3 ഡിജിറ്റ്സ് നമ്പറും വരാം, 4 ഡിജിറ്റും വരാം. രണ്ട് രീതിയിൽ ചെയ്യണം. 3 ഡിജിറ്റ്സിന് ഒരു 3 ഡിജിറ്റ് ബോക്സ് കൊടുക്കണം, 4 ഡിജിറ്റിന് ഒരു 4 ഡിജിറ്റ് ബോക്സും കൊടുക്കണം. രണ്ടും ചെയ്തിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് അതൊന്ന് ചെയ്യാം. ഞാൻ തന്നെ പറയാം. അപ്പൊ ആദ്യം നമുക്കറിയാം, നമുക്ക് 300-നും 999-നും ഇടയ്ക്ക് വരുന്നതാണ് 3 ഡിജിറ്റ്സ്. 1000-നും 3000-നും ഇടയ്ക്ക് വരുന്നത് 4 ഡിജിറ്റ്സ്. സോ ആദ്യം നമുക്ക് 3 ഡിജിറ്റ്സ് നോക്കാം. സോ വി ആർ ഗിവിംഗ്, അഭിറാം പറഞ്ഞതുപോലെ തന്നെ ഐ ആം ഗിവിംഗ് 3 ബോക്സസ്. 3 ഡിജിറ്റ് നമ്പേഴ്സിന് ഒരു 3 ബോക്സ് കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ബോക്സസ് ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. സോ നമുക്കുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 ആണ്. 300-ന് മുകളിലാവണം. 300-ന് മുകളിലാവണമെങ്കിൽ അത് ബിഗിൻ ചെയ്യേണ്ടത് ഒന്നുകിൽ 3 കൊണ്ട് ബിഗിൻ ചെയ്യണം, അല്ലെങ്കിൽ 4 കൊണ്ട് ബിഗിൻ ചെയ്യണം, അല്ലെങ്കിൽ 5 കൊണ്ട് ബിഗിൻ ചെയ്യണം. So we have എത്ര ways? We have 3 ways. Clear അല്ലേ അത്? We have 3 ways. മൂന്ന് ways മാത്രമേ ഇതിനകത്ത് പറ്റത്തുള്ളൂ. 3 ways. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ 3-ൽ നിന്ന് ഒരെണ്ണം എടുത്താലാണ് ഇതാവുന്നത്. So we can call it as 3p1. ഈ 3 ഡിജിറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്താലാണ് ഇവിടത്തെ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത്. 3p1 ways. So this can be done in 3p1 ways. Okay, so the first digit can be filled in 3p1 ways. That means first digit may be either 3 or 4 or 5. So we have 3 digits. ആ 3 ഡിജിറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഡിജിറ്റ് എടുത്ത് കഴിയുമ്പോഴാണ് ഫസ്റ്റ് ഡിജിറ്റ് പൂർത്തിയാവുന്നത്. ദെൻ ബാക്കിയുള്ളത് ഇത്രയും എണ്ണം ഉണ്ട്, ഇത് 2 എണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? മൊത്തം 1, 2, 3, 4, 5, എത്ര 6 എണ്ണം ഉണ്ട്. 6 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കി 5 ഡിജിറ്റ്സ് ആർ ദെയർ. ആ 5 ഡിജിറ്റിൽ നിന്ന് എത്ര എണ്ണം എടുത്താൽ മതി? 2 എണ്ണം എടുത്താൽ മതി. ബാക്കി 5 ഡിജിറ്റ്സിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? 2 എണ്ണം എടുക്കാം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 5p2 ways. ഇതൊരു രീതി. സോ 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി arranged in 3p1 into 5p2 ways. 3p1 into 5p2 ways. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ഇനി അഭിറാം പറഞ്ഞ രീതിയിലാണെങ്കിലും അത് കറക്റ്റ് തന്നെയാണ്. ആദ്യത്തേതിൽ നമുക്ക് എന്താണ്? 3 നമ്പർ ഉണ്ട്. സോ വി ആർ ഗിവൺ ഹിയർ 3 നമ്പേഴ്സ്. രണ്ടാമത്തെ ഡിജിറ്റ്സിൽ ഇതെല്ലാം എന്താണ്? റെപ്പറ്റീഷൻ, ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. ക്ലിയർ അല്ലേ അത്? അപ്പൊ ഇതിനകത്ത് ബാക്കി എത്രയേ ഉള്ളൂ? 5 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കേസിൽ വി ക്യാൻ അറേഞ്ച് ഇറ്റ് ഇൻ 4 ways. 4 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 നമ്പർ എടുത്തു കഴിഞ്ഞു. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 4 ways. സോ വി വിൽ മൾട്ടിപ്ലൈ 3 into 5 into 4. സോ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 60. സോ ദിസ് ഈസ് 1 way. 60 ways. ഇത് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ നോക്കിയേ. ഇപ്പൊ പറഞ്ഞത് ഇത് അഭിറാം പറഞ്ഞ മെത്തേഡാണ്. ഇത് പറഞ്ഞ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന്, നിങ്ങൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കയ്യൊന്ന് അമർത്തിയാൽ മതി. മനസ്സിലായില്ല എനിക്ക്. ദ്രൗപദിക്ക് മനസ്സിലായി? ഓക്കെ, ദ്രൗപദി നോക്കൂ. നമുക്ക് 300-നും 3000-നും ഇടയ്ക്കാണ് നമ്പർ വരേണ്ടത്. അപ്പൊ അത് 4 ഡിജിറ്റും വരാം, 3 ഡിജിറ്റും വരാം. അപ്പൊ 3 ഡിജിറ്റ് നമ്പറിന്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. 3 ഡിജിറ്റ് നമ്പറിന്റെ ഒരു കണ്ടീഷൻ 300-ന് മുകളിലാവണം. 300-ന് മുകളിലാണെങ്കിൽ 0 കൊണ്ട് ബിഗിൻ ചെയ്യാൻ പറ്റത്തില്ല, 1 കൊണ്ട് ബിഗിൻ ചെയ്യാൻ പറ്റത്തില്ല, 2 കൊണ്ട് ബിഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ബിഗിൻ ചെയ്യുന്നത് ഒന്നുകിൽ 3 കൊണ്ട്, അല്ലെങ്കിൽ 4 കൊണ്ട്, അല്ലെങ്കിൽ 5 കൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 100th പ്ലേസ്, 100ാമത്തെ പ്ലേസിനകത്ത് വരേണ്ട വാല്യൂ ഒന്നുകിൽ 3 ആവണം, അല്ലെങ്കിൽ 4 ആവണം, 5 ആവണം. എത്ര രീതിയെ പറ്റത്തുള്ളൂ? 3 രീതിയെ പറ്റത്തുള്ളൂ. ഒരു ഡിജിറ്റ് ഇവിടെ പോയല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ ഒരു ഡിജിറ്റ് പോയി. രണ്ടാമത്തെ സംഖ്യ ഏതും ആവാം. ഈ 5 എണ്ണത്തിൽ നിന്ന് ഏതും ആകാം. പക്ഷെ അതിനകത്ത് ഒരു ഡിജിറ്റ് ഇവിടെ പോയി കഴിഞ്ഞു. ഒരു ഡിജിറ്റ് 3, 4, 5 ഇതിനകത്ത് പോയി കഴിഞ്ഞു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. ഇവിടെ എത്തുമ്പോഴും ഒരു ഡിജിറ്റ് ഇവിടെ വന്നു, രണ്ടാമത്തെ ഡിജിറ്റ് ഇത് വന്നു, റെപ്പറ്റീഷൻ അലൗഡ് അല്ല. ബാക്കി എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 3 into 5 into 4. ഇത് 5 വരാൻ കാരണം ഒരു ഡിജിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞത് കൊണ്ടാണ്. ഇത് 4 വരാൻ കാരണം ഇവിടെ 2 ഡിജിറ്റ് ഓൾറെഡി ഒക്കുപ്പൈഡ് ആണ്. സോ ദർ ഈസ് 4. സോ ദ ആൻസർ ഈസ് 60. ഇത് ഒരു രീതി. അതല്ല, നമുക്ക് നൊട്ടേഷൻ കൊടുത്ത് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് പെർമ്യൂട്ടേഷന്റെ നൊട്ടേഷൻ കൊടുത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നു ഫസ്റ്റ് ഡിജിറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ 3p1 ways. ഫസ്റ്റ് ഡിജിറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ 3p1 ways മീൻസ് നമുക്കാകെ 3 നമ്പറേ ഉള്ളൂ. 3, 4, 5 300-ന് മുകളിൽ വരുന്നെങ്കിൽ
അതിനകത്ത് ഒരെണ്ണം എടുക്കണം, ഒന്നുകിൽ 3 എടുക്കണം, അല്ലെങ്കിൽ 4 എടുക്കണം, അല്ലെങ്കിൽ 5. സോ വി ആർ ടേക്കിംഗ് 1 at a time. സോ 3p1 ബേസ്. പിന്നെയുള്ള 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണം നമ്മൾ എടുക്കേണ്ടത് ബാക്കി 5 എണ്ണത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. ബാക്കി 5 എണ്ണത്തിൽ നിന്നാണ്, ബാക്കി ഒരെണ്ണം ഇവിടെ എടുത്തു കഴിഞ്ഞല്ലോ, ബാക്കി 5 എണ്ണം ഉണ്ട്. അതിനകത്ത് നിന്ന് എത്ര എണ്ണം എടുക്കുന്നു? 2 എണ്ണം എടുക്കുന്നു. സോ ദ ബേസ് ഈസ് 3p1. കാണുന്നുണ്ടോ? 3p1. ഞാൻ ബോർഡ് ഒന്ന് നോക്കാം. 3p ഇവിടെ മുകളിലോട്ട് എടുക്കും. 3p1 into 5p2. 3p1 is equal to 3 into 2 into 1, that is 6, into 5p2, 5 into 4 into 3 into 2 into 1, 4. Sorry, 3p1 is equal to 3 into 2 into 1, then ഇവിടെ എന്താണ് n minus r factorial 2 into 1, so 3 into, then 5p2 means 5 into 4, so that is equal to 60. So this is another way. Notation കൊടുത്ത് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. ഇത് 3 digit numbers. ഇത് 3 digit numbers-ന്റെ കേസ്. But if it is the case of 4 digit numbers, നമ്മൾ എടുക്കുന്ന നമ്പർ 4 digit number ആണ് എങ്കിൽ, so we have 4 boxes. നമുക്ക് ഇങ്ങനെ 4 ബോക്സ് നമുക്ക് വരയ്ക്കാം. Then ഇതിലെ ഫസ്റ്റ് ബോക്സ് 0 അല്ലാതെ ഏത് നമ്പർ വേണമെങ്കിലും ഒക്കുപ് ചെയ്യും. 0 ഒക്കുപ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 ഡിജിറ്റ് ആയി പോകും. അപ്പൊ അത് 0 ആകാൻ പാടില്ല. അത് 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം. So 1, 2, 3, 4, 5. So that can be done in 5 ways. ഇവിടെ 5 എടുത്തു. ഇനി ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സിൽ ഒരു നമ്പർ പോയി. ഇവിടെ നമുക്ക് we can do it in 5 ways. Here you can do it in 4 ways. Here you can do it in 3 ways. So 5 into 5 into 4 into 3. 5 into 5 into 4 into 3 ആണ് രണ്ടാമത്തിന്റെ ആൻസർ. So that is equal to, so in 25 4 100. So that can be done in how many ways? Sorry, that you 5p3 5 1 2 3 4 5 5 into 1 2 3 4 5 5 into 5 into 4 into 3. So that can be done in 180 ways. ആണോ? എത്ര വന്നു അഭിരാമി അതിന്? സർ ഫസ്റ്റ് ഡിജിറ്റ് 3 പാടുള്ളൂ. 0 1 2 3 മാത്രമേ വരൂ. കേട്ടില്ല. സോറി, അതാണ് എനിക്ക് തെറ്റിയത്. റൈറ്റ് അതാ പറഞ്ഞത്. ഫസ്റ്റ് 3 ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കണം. 3000 താഴെ ആയിരിക്കണം. സോ നമ്പർ ഷുഡ് ബി കണ്ടീഷൻ നമ്പർ 2, നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 3000. 3000 താഴെ ആവണം. 3000 താഴെ ആവണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി 2 or 1. രണ്ടും ഒന്നും ആയാലേ പറ്റത്തുള്ളൂ. 3 ആയാൽ പറ്റത്തില്ല. 3 ആയാലും സംഖ്യ മാറിപ്പോ. ഓക്കെ, റെപ്പറ്റീഷൻ നമുക്ക് അലോ ചെയ്ത് ഏതാണ്? സോ ദാറ്റ് കൻ ബി ഡൺ ഇൻ ഓൺലി 2 ways. അത് നമുക്ക് എത്ര രീതിയിലേ പറ്റുള്ളൂ? 2 രീതിയിലേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് 2 and 3. സോറി 1 ആയിരുന്നു. 1 ഉം 2 ഉം വെച്ചിട്ട് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 2 into 5 into 4 into 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 12 15 60 62 120. സോ 120 ways. ഞാനത് ഒന്നുകൂടെ പറയാം. സോ ദ കണ്ടീഷൻ ഈസ് നമ്പർ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 300 and 3000. 3000 താഴെ ആകണം. 3000 താഴെ ആകണമെങ്കിൽ ദാറ്റ് ഷുഡ് ബിഗിൻ വിത്ത് എയ്തർ 1 or 2. 1 or 2 കൊണ്ട് തന്നെ ബിഗിൻ ചെയ്യണം. റെപ്പറ്റീഷൻ അലൗഡ് വരും. അപ്പൊ അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. 2 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 5 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 ഡിജിറ്റ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് 2 into 5 into 4 into 3. ദിസ് ഈസ് 1 വേ. ഇത് നമ്മുടെ ലോജിക്കൽ വേ. ഇതല്ലാതെ പെർമ്യൂട്ടേഷന്റെ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ഇതേ പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ബോക്സിനകത്ത് 2 ഓപ്ഷനേ ഉള്ളൂ, 1 ഉം 2 ഉം. സോ 2p1. ആദ്യത്തെ ബോക്സിൽ 2 നിന്ന് ഒരെണ്ണം എടുക്കണം. അതായത് 1 നിന്നും 2 നിന്നും ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ബാക്കി 3 എണ്ണം
ബാക്കി 3 എണ്ണം ബാക്കിയുള്ള 5 നമ്പേഴ്സിൽ നിന്ന് എടുക്കേണ്ടത്. ആ 5 നമ്പേഴ്സിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം എടുക്കണം? 3 എണ്ണം എടുക്കണം. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈസ് ഈക്വൽ ടു 2p1 into 5p3. 2p1 into 5p3. So 2p1 is equal to 2, 5p3 is equal to 5 into 4 into 3. So the answer is 2 into 5. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 into 5 into 4 into 3. So total number of ways 120 ways. അപ്പൊ നമുക്ക് രണ്ടും കിട്ടി. 3 digit numbers 60 ways, 4 digit numbers 120 ways. So total 120 plus 60 180 ways. അങ്ങനെ 180 രീതിയിൽ നമുക്ക് 300-നും 3000-നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ കമ്പ്യൂട്ടേഷൻ ഉണ്ടാക്കാം. 180 രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ എളുപ്പമുള്ള രീതിയിൽ ചെയ്യുക. ആദ്യത്തെ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം, അല്ല എങ്കിൽ പെർമ്യൂട്ടേഷന്റെ ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഒരേ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഒരാൾ പറയും, പൂജ ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇത് പിടികിട്ടിയോ? മനസ്സിലായി. ഓക്കെ ഓക്കെ. സർ ഇതിലിപ്പോ ഇപ്പം നമുക്ക് നമ്പർ എടുക്കുമ്പോ 2325 വന്നാ അത് എടുക്കത്തില്ലേ സർ? 2320 എങ്ങനെ മനസ്സിലായില്ല? 2325 റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അപ്പൊ അത് തീർച്ചയായിട്ടും 2325 ഇതിനിടയ്ക്കാണല്ലോ. അല്ല സർ, ഇവിടെ നമ്പർ കുറഞ്ഞു വരണോണ്ട് ചോദിച്ചത്. അയ്യോ ഗംഗ, ഞാൻ പറഞ്ഞത് ആ 2325 എന്ന് പറഞ്ഞ നമ്പർ അല്ല പറയുന്നത്. അതിനകത്ത് എത്ര രീതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ നമ്പറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാലോ. ഒന്ന് റെപ്പറ്റീഷൻ വരികയാണെങ്കിൽ ഇതല്ലല്ലോ ഫോർമുല. ഇവിടെ നമ്മൾ ഒരു നമ്പർ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. അത് തന്നെ സാർ, 2325 വരുമ്പോ ഡിജിറ്റ് റിപ്പീറ്റ് ആവുന്നുണ്ടല്ലോ. 2 അതെടുക്കവോ? എവിടെ? ഞാൻ അങ്ങനെ നമ്പർ ഒന്നും എഴുതിയില്ലല്ലോ ഇതിനകത്ത്. അല്ല സാർ, ഞാൻ പറഞ്ഞത് എത്ര ഏതാണ് ഒരു എക്സാമ്പിൾ വെച്ച് ചോദിച്ചതാണ് സാർ. നിനക്കത് മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അത് മനസ്സിലായി. ഇത് ഈ നമ്പർ വെച്ച് വരുമെന്നാണ് ഞാൻ ഡൗട്ട് ചോദിച്ചത്. ശരി, ആ നമ്പർ തീർച്ചയായിട്ടും ഇതിനുള്ളിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ 2325 എന്ന് പറഞ്ഞ നമ്പർ 2325 വരില്ല, 2345 വരും. റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ അത് വരില്ല ഒരിക്കലും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തത് വരത്തില്ല. ഓക്കെ, കാരണം ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പറാണ് പിന്നീട് എടുക്കുന്നത്. മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഒരിക്കലും ഒരു നമ്പർ എന്ത് ചെയ്യുന്നില്ല. അത് തന്നെയാണ് അവരെ പറയുന്നത്, നോ ഡിജിറ്റ് ഈസ് ബീയിങ് റിപ്പീറ്റഡ് എന്ന് ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. രണ്ട് കണ്ടീഷൻ ഉണ്ട്. 300-നും 3000-നും ഇടയ്ക്കും ആവണം. ഈ ഡിജിറ്റ് എന്ത് ചെയ്യാനും പാടില്ല, റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. സോ വി ഹാവ് ടു സാറ്റിസ്ഫൈ ബോത്ത് കണ്ടീഷൻ. അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ മനസ്സിലായിട്ട് 2325 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മളിപ്പോ കണ്ടെത്തുന്ന 180 ഡേയ്സിനകത്ത് അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവില്ല. റിപ്പീറ്റ് ചെയ്ത നമ്പർ ഉണ്ടാവില്ല. റിപ്പീറ്റേഷൻ ഇല്ലാത്ത നമ്പറെ ഓരോ പ്ലേസസിൽ 0 പ്ലേസിനായിരുന്നാലും 10 ആയിരുന്നാലും 100 ആയിരുന്നാലും 1000 ആയിരുന്നാലും ഉണ്ടാവും. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനകത്ത് എഴുതിയ നമ്പർ പെർമ്യൂട്ടേഷൻ ഉദ്ദേശിക്കുന്ന വിചാരിച്ച. ഓക്കെ, പൂച്ച ഇവിടെ എന്തോ ചോദിച്ചല്ലോ? ഒന്നും ചോദിച്ചില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ നിങ്ങളൊരു അല്പം കോംപ്ലിക്കേഷൻ തോന്നുന്നുണ്ട് ചിലർക്ക്. ഇപ്പൊ അഭിറാം പിന്നെ കുറച്ച് ബേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ളവര് എത്രമാത്രം അത് ഫോളോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതേപോലത്തെ ഒരു ചോദ്യം കൂടെ ഇടാം. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. എത്ര പേര് ചെയ്യുന്നു ആ ടൈം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ആ ടൈമിനുള്ളിൽ നിങ്ങൾ ചെയ്യണം. സോ ടെക്സ്റ്റ് ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ 14ാമത്തെ എക്സർസൈസ് നമ്പർ എക്സർസൈസ് നമ്പർ 14 ഞാൻ പറയാം, വായിക്കാം, എഴുതൂ. How many
how many numbers each lying between 100 and 1000. കുറച്ചുകൂടെ സിമ്പിൾ ആണ് കേട്ടോ. 100 and 1000 can be formed with the digit 0, 1, 2, 3, 4, 8, 9. Sorry, 0 ആയിട്ട് 1 ഇല്ല കേട്ടോ. 0, 2, 3, 4, 8, 9. 0, 2, 3, 4, 8, 9. ഇത് ഒന്നുകൂടെ എഴുതുക. 8, 9. 1 digit occurring more than 1 in a number. 1 digit കണ്ടീഷൻ മാറുവാണ് കേട്ടോ. 1 digit occur കണ്ടീഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. സോ യു ക്യാൻ റിപ്പീറ്റ് നമ്പേഴ്സ്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് നമ്പർ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. How many numbers each lying between 100 and 1000 can be formed with the digits 0, 2, 3, 4, 8, 9, comma 1 digit occurring more than 1 in a number. 1 digit occurring more than 1 in a number. Very simple. Repetition is allowed. Sir, ഒരു ഡിജിറ്റിന് ഒരു തവണ 2 തവണ റിപ്പീറ്റ് ചെയ്യാമോന്നാണോ അത് എല്ലാ ഡിജിറ്റിലും 2 തവണ റിപ്പീറ്റ് ചെയ്യാം? എല്ലാ ഡിജിറ്റ്സിനും ഒന്നിലേറെ തവണ റിപ്പീറ്റ് ചെയ്യാം. എല്ലാ ഡിജിറ്റ്സിനും റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. ഓക്കെ, ചെയ്തോളൂ. ആദ്യത്തെ ഭാഗത്ത് 5 രീതിയിലല്ലേ പറ്റത്തുള്ളൂ? 5 രീതിയെ പറ്റത്തുള്ളൂ. അപ്പൊ 2, 3, 4, 8, 9, 5. ഓക്കെ, ശരി. രണ്ടാമതും മൂന്നാമതും റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് 6 വയസ്സിലും പറ്റും. 6 × 6 36, 36 × 5 180. ഓക്കെ അഭിരാമ, ഇതല്ലേ ശരി? സാർ ഞാൻ വിചാരിച്ചു ഒരു 2 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. 2 തവണയല്ല, മോർ ദാൻ വൺസ് മീൻസ് 2 ലേറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ആൻസർ ഇത് തന്നെയാണ്. കാര്യം പറഞ്ഞത് തന്നെയാണ് ആൻസർ. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റിനകത്ത് 0 വരാൻ പറ്റത്തില്ല. അപ്പൊ 1, 2, 3, 4, 5. സെക്കൻഡ് ഡിജിറ്റ് 6 എണ്ണം വരാം, 0 ഉൾപ്പെടെ വരാം. തേർഡ് ഡിജിറ്റും 6 വരാം. സോ 6, 6, 36, 36, 5, 180, 180 ഡേയ്സ്. അതവിടെ നിൽക്കട്ടെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരല്പം കൂടെ പാടായിരിക്കും അത് നമുക്ക്. സി അക്കൗണ്ടന്റ് നമ്മൾ ചെയ്തു. In how many ways 9 different books can be arranged? 9 different books can be arranged in a shelf. 9 books can be arranged in a shelf if condition ഉണ്ട്. If question number A, 3 books are always together. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? 3 books are always together. Then B, 3 books are never together. 3 books are never together. ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ്. 30,240. നമ്പർ എ കറക്റ്റ്, നമ്പർ ബി ഇവിടെ കണ്ടെത്തും. നമ്പർ എ 30,240. ഓക്കെ, രണ്ടാമത്തെ ആൻസറും കറക്റ്റ് ആണ്. 3,32,640. സാന്ദ്ര എഴുതിയിരിക്കുന്നു. എങ്കിൽ സാന്ദ്ര
മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആ 2 ആൻസർ കിട്ടിയതെന്ന് പറയും. സാന്ദ്ര മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. സാന്ദ്ര പോയോ ആൻസർ കിട്ടിയിട്ട്? സാന്ദ്ര യെസ് മൈക്ക് ഇതാക്ക്. സാന്ദ്ര ഹാസ് ലെഫ്റ്റ് ദ മീറ്റിംഗ്. എന്താ പേടിച്ചു പോവാണോ സാന്ദ്ര? ജോയ് സാന്ദ്ര മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചെയ്തതൊന്ന് പറഞ്ഞു കൊടുത്തേ എങ്ങനെയാ കിട്ടിയതെന്ന് ആൻസർ. സാർ ആദ്യത്തെ 3 ബുക്ക് ആൾവേസ് ടുഗദർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും അതെ അതെ അതെ. അപ്പഴത്തേക്ക് അത് 3 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യും. അടുത്ത ബാക്കി റിമൈനിങ് 6 ബുക്സ് അല്ലേ? 6 ഉണ്ട്, പിന്നെ ഇതുണ്ട്. ഇതിനെ ഒറ്റയായിട്ട് ചേർത്തപ്പോഴത്തേക്ക് 7 രീതിക്ക് 7 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ആണ്. അതാണ് 30,240. അത് മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സാന്ദ്ര 3,32,640 കിട്ടിയതാണ് പറയുന്നത്. സാർ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനില് നമുക്ക് 9 ബുക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുണ്ടല്ലോ. മൊത്തം 9 ബുക്ക് ഉണ്ട്. അപ്പൊ മൊത്തം അറേഞ്ച്മെന്റ് നമുക്ക് 9 ഫാക്ടോറിയൽ കിട്ടും അല്ലേ? അങ്ങനെയല്ലേ? 9 ഫാക്ടോറിയൽ കിട്ടും. ശരി, സമ്മതിച്ചു. അതിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? നേരത്തെ കിട്ടിയത് കുറച്ചാൽ മതി. നേരത്തെ കിട്ടിയത് ടുഗദർ ആയിരുന്നു. നമുക്ക് ഇനി ടുഗദർ അല്ല വേണം. അപ്പൊ ടുഗദർ നമുക്ക് അറിയാം, ടോട്ടലും അറിയാം. അങ്ങനെയാണെങ്കിൽ നോൺ ടുഗദർ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 9 ഫാക്ടോറിയൽ കണ്ടെത്തി ആ വാല്യൂവിൽ നിന്ന് ഏത് കുറയ്ക്കാം? നേരത്തെ കണ്ടെത്തിയ 30,240 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 3,32,640. ഗംഗ, പൂജ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? മീനു, കൃഷ്ണ. രണ്ടാമത്തത് മനസ്സിലായില്ല. രണ്ടാമത്തത് മോളെ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് 9 ബുക്കല്ലേ നമുക്കുള്ളത്. അപ്പൊ ടോട്ടൽ 9 ബുക്ക് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 ഫാക്ടോറിയൽ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തൂടെ? 9 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അത് അപ്പൊ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് 9 ഫാക്ടോറിയൽ. നമുക്ക് ജസ്റ്റ് മുമ്പ് നമ്മൾ എന്താ കണ്ടെത്തിയത്? ടുഗദറിനെ കണ്ടെത്തി. ഈ 3 ബുക്ക് ടുഗദർ വരുന്ന അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടി. അപ്പൊ നോട്ട് ടുഗദർ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ, അതായത് 9 ഫാക്ടോറിയൽ നിന്ന് ടുഗദറിന് കിട്ടിയ വാല്യൂ കുറയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് നോട്ട് ടുഗദർ. അതാണ് 3,32,640. അത് 9 ഫാക്ടോറിയൽ മൈനസ് നേരത്തെ കണ്ടെത്തിയ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ് നിങ്ങൾക്ക് 30,240 കിട്ടിയിരിക്കുന്നത്. അത് കുറച്ചിട്ടാണ് ഈ 3,32,640 കിട്ടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പോഴ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഹോംവർക്ക് തരുവാണ്. ഹോംവർക്ക് നിങ്ങൾക്ക് അത്ര ഈസി ഒന്നുമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഡിക്ഷണറി ഒക്കെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ. ഡിക്ഷണറിയിലുള്ള വാക്കുകളുടെ അറേഞ്ച്മെന്റാ പറയുന്നത്. അപ്പൊ അതൊരു നല്ലൊരു ചോദ്യമാണ്. അത് മുമ്പ് എവിടെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. എന്നാലും ഞാനൊന്ന് വായിക്കാം. അതുകൂടെ മതി. മണി ഇപ്പോൾ 9:58. കോമ്പിനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. നിങ്ങൾ ഇതിൽ എത്ര പേര് ഇതിന്റെ ആൻസർ കിട്ടുമെന്ന് അറിയട്ടെ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആൻസർ കിട്ടാത്തവരൊക്കെ ചെയ്താൽ മതി, പിന്നീടൊക്കെ ചെയ്തോണ്ടാ മതി. If the letters of the word ഇത് അത്ര എളുപ്പമല്ല. ഈ പറയുന്ന പ്രോബ്ലം എളുപ്പമല്ല. If the letters of the word, ഞാൻ എഴുതാം Zenith, ZENITH. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യം. If the letters of the word Zenith are arranged in a dictionary, find the rank of the word Zenith. 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 ഞാൻ ക്ലൂ തരാം, നിങ്ങൾ ചെയ്താൽ മതി. Find the rank of the word Zenith. ടെക്സ്റ്റിൽ അത് ചെയ്തിട്ടുണ്ട്. Find the rank of the word Zenith. ഞാൻ ഈ ക്യാമറ എൻ്റെ അങ്ങോട്ട് മാറ്റാം.
ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് സെനിത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഡിക്ഷണറിയിൽ ഡിക്ഷണറിയിലുള്ള അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് അറിയാലോ, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ സെനിത്ത് എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് എത്ര ലെറ്റർ ഉണ്ട്? ഇസഡ്, ഇ, എൻ, ഐ, ടി, എച്ച്, ആറ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 6 ലെറ്റേഴ്സ് വെച്ചിട്ട് 6 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. യു കൻ അറേഞ്ച് ഇറ്റ് ഇൻ 6 ഫാക്ടോറിയൽ ബേസ് എന്ന് വെച്ചാൽ മൊത്തം ഈ വാക്കിനെ നമുക്ക് 6 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ അതല്ല ചോദ്യം ചോദിച്ചിരുന്നത്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഡിക്ഷണറിക്കകത്ത് നടത്തുകയാണെങ്കിൽ ഈ സെനിത്തിന്റെ സെനിത്ത് എന്ന് പറയുന്ന വാക്കിലുള്ള ലെറ്റേഴ്സിനെ നമ്മൾ 720 രീതിയിൽ, അതായത് 6 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ സെനിത്ത് എന്ന് പറയുന്ന വാക്ക് എത്രാമതായിട്ട് വരും? സെനിത്ത് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഡിക്ഷണറിയിൽ അറിയാമല്ലോ, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അറേഞ്ച്, ABCD ആ ഒരു ഓർഡറിലാണ് ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഡിക്ഷണറിയിൽ ഈ സെനിത്ത് എന്നുള്ള വാക്ക് നമ്മൾ 720 രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ സെനിത്ത് എന്ന് പറയുന്ന വാക്ക് എത്രാമതായിട്ട് വരും? സെനിത്ത് എന്ന് പറയുന്ന വാക്ക് എത്രാമതായിട്ട് ഡിക്ഷണറിയിൽ വരും? ഡിക്ഷണറി കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഡിക്ഷണറി നോക്കാനും നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഒരു ലെറ്റർ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ എന്താ ചെയ്തിരിക്കുന്നത്? സോർട്ട് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പൊ അങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെനിത്ത് എന്ന് പറയുന്ന പദത്തിന്റെ റാങ്ക് എത്രയാണ്? എത്രാമത്തെ പദമായിട്ടാണ് സെനിത്ത് എന്ന് പറയുന്ന വാക്ക് വരുന്നത്?